മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല യൂഫ്രട്ടീസ് നദിയുടെ മുന്നിൽ നിൽക്കുകയാണ്. കൂടെ ഒരു വലിയ സംഘമുണ്ട്. അപ്പൊ ഇതൊന്ന് മുറിച്ചു കടക്കണം, അക്കരയ്ക്ക് പോകണം. വേറെ യാത്രാ സംവിധാനങ്ങളൊന്നുമില്ല. ഇതിന്റെ മുകളിലൂടെ തന്നെ പോകാൻ പറ്റുള്ളൂ. അതിന്റെ മുകളിലൂടെ പോകാൻ അന്ന് ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സംവിധാനവും മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലില്ല. കൂടെ ഒരു വലിയ സംഘമുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്ത ആശങ്കയാണ്. എങ്ങനെയാണ് നമ്മൾ മറുഭാഗത്തേക്ക് മറുകരയിലേക്ക് എത്തുക? മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഈ സംഘത്തിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒരു പ്രസംഗം നടത്തുകയാണ്. ഒരു പ്രസംഗത്തിന് ഇത്രയും വലിയ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, പറയുന്ന ആളും കേൾക്കുന്ന ആളും അത്രമേൽ ഈമാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധ്യമാകുമെന്ന് ആയിരക്കണക്കിന് സംഭവങ്ങൾ തെളിവാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ കൂടെ വന്ന സംഘത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചത് തവക്കുലിനെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനെ ഒരു കാര്യം ഏൽപ്പിക്കേണ്ടതുപോലെ ഏൽപ്പിച്ചാൽ, അള്ളാഹുവിനെ ഒരു കാര്യം ഏൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിച്ചാൽ, അങ്ങനെയാണ്, വെറുതെ അല്ല, ഏൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിക്കണം, ഏൽപ്പിക്കേണ്ട ആള് ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചാൽ അള്ളാഹുവിന്റെ സഹായം വരുന്നതിനെ നമുക്ക് കണക്കുകൂട്ടി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ തരത്തിൽ അള്ളാഹിന്റെ സഹായം വരും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. നിരീശ്വരവാദികൾ മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് പറയുമ്പോൾ ഉസ്താദുമാരുടെ പ്രസംഗത്തെ കളിയാക്കി പ്രവാചക ചര്യകളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ സുന്നത്തുകളൊക്കെ പരിഹസിച്ചിട്ട് അവരിങ്ങനെ പറയുമ്പോൾ അതൊക്കെ കണ്ട് വെറുതെ തലയ്ക്കകത്ത് പിന്നെ നികിഷ്ടത ഇഞ്ചക്ട് ചെയ്ത് വെക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ നടക്കും. അത് ഖിയാമത്ത് നാളാകുമ്പോൾ ഇതിനേക്കാൾ ഇരട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് നമ്മൾ വീണു പോകരുത്. അപ്പൊ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ, അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു കടുകുമണിയുടെ അളവനുസരിച്ച് പോലും സംശയമില്ലെങ്കിൽ, നമ്മൾ ഈ പുഴ നടന്ന് ഇതിന്റെ മുകളിലൂടെ നടന്നപ്പുറത്തെത്തും. നമ്മളാണെങ്കിൽ പറയും, മൊയിലാരെ നിങ്ങൾ മടവൂരിൽ തന്നെ ഇരിക്കണമായിരുന്നു നല്ലത്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ജീവനും കൊണ്ട് രക്ഷപ്പെടും. അന്നത്തെ കാലം, അന്നത്തെ ഈമാൻ, അന്നത്തെ വർത്താനം, അന്ന് പറയുന്ന ആള് കേൾക്കുന്ന ആളൊക്കെ ആ തരത്തിൽ വല്ലാത്ത ലദ്ദത്തിന്റെ, ഈമാനികമായ ലദ്ദത്തിന്റെ ആളുകളായിരുന്നു. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു തവക്കുലിനെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച്, ഈമാനിനെ കുറിച്ച്, അല്ലാഹുവിലുള്ള പ്രണയത്തെക്കുറിച്ച്, അല്ലാഹുവിലേക്ക് ചേരുന്നതിനെ കുറിച്ച് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കുകയാണ്, അല്ലാഹു കൂടെയുണ്ട്, അല്ലാഹു കൈവിടിയൂല, അല്ലാഹു സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവും കൂടെ ഉണ്ടായിരുന്ന പരിവാരങ്ങളും ഒരു തടിക്കഷണത്തിന്റെ മുകളിൽ കയറാതെ, ഒരു ബോട്ടിന്റെ, ഒരു കപ്പലിന്റെ, ഒരു തോണിയുടെ, ഒരു വഞ്ചിയുടെ, ഒരു വള്ളത്തിന്റെ മുകളിൽ കയറാതെ ആ പൊങ്ങി നിന്നുയർന്നു നിൽക്കുന്ന ജലധാരയുടെ മുകളില് തന്റെ കാൽപാദം വെച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുഴ കടന്നു പോയപ്പോ കരുണക്കടലായ രാജസയ്യിദായ യജമാനനായ അജയ്യനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ സംഘത്തെ സഹായിച്ചിട്ടുണ്ടെങ്കില് ആ പടച്ചവൻ ഇന്ന് അസുഖം വന്ന് കിടക്കുന്നില്ല, ആ പടച്ചവന് ആരോഗ്യം കുറഞ്ഞു പോയില്ല, ആ പടച്ചവന് ക്ഷീണം വന്നു പോയില്ല, ആ പടച്ചവൻ തന്റെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് രാജിവെച്ചു പോയിട്ടില്ല. ആ യജമാനനായ പടച്ചതമ്പുരാൻ ഞാനും നിങ്ങളും നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ബാങ്കില് ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോ മറുപടിയായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന്
എന്ന് മനസ്സുരുകിയിട്ട് പറയുന്നവനാണെങ്കിൽ ആ പടച്ചവന് അങ്ങനെ തന്നെ ഇന്ന് 2023 ഈ ഓഗസ്റ്റിന്റെ സമാപനത്തിലും ഈ ഓഗസ്റ്റിന്റെ തുടക്കത്തിലും കൊയിലാണ്ടിയുടെ പാറന്നൂർ ഉസ്താദിന്റെ സ്മരണകൾ അപ്പുറവിരിക്കുന്ന സുഗന്ധം ഇങ്ങനെ വാനത്തിലൂടെ ഏറ്റുപിടിപ്പിമ്പോ ഈ രാത്രിയിലും ആ പടച്ചവന് അതേ സുഖം, അതേ കഴിവുണ്ടെന്ന്, അതേ ത്രാണിയുണ്ടെന്ന്, അതേ ശക്തിയുണ്ടെന്ന് നമുക്ക് എന്തേ സംശയം വന്നുപോയത്? അത് അന്നല്ലേ? അത് സഅദ് റളിയല്ലാഹു അൻഹു അല്ലേ? അത് സഹാബികളല്ലേ? അത് ആ കാലമല്ലേ? പടച്ചവനു മാറ്റമില്ല, ആളുകൾക്ക് മാറ്റമുണ്ട്, കാലത്തിന് മാറ്റമുണ്ട്, അല്ലാഹുവിന് മാറ്റമില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. എന്ത് വേദന വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് സങ്കടം വന്നാലും, എത്ര ദുഃഖം വന്നാലും കരുണക്കടലായ പടച്ച റബ്ബിനെ അവർ ഒഴിവാക്കിയിട്ടില്ല. അപ്പോഴൊക്കെയും അവർ അള്ളാഹുലേക്ക് പ്രതിസന്ധി തരുന്നതും അള്ളാഹുവാണ്. ഇന്നിപ്പോ ആലപ്പുഴയിൽ ഒരു കുഞ്ഞു മരണപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷമല്ല, എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 വർഷമാവും, തിരുവനന്തപുരം RCCയിലെ സ്നേഹസാഗരത്തിന്റെ കുറെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഞാൻ എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം കുറെ സുഖമില്ലാത്ത കുറെ രോഗികളെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഉമ്മമാരെയും അമ്മമാരെയൊക്കെ നോക്കുന്ന ഒരു വലിയ സംവിധാനമുണ്ട്, ഹസന. അപ്പൊ ഞാൻ അങ്ങനെ ആ സംവിധാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പിന്നെ SKSSFന്റെ സഹചാരി സെന്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ആലോചന ഒക്കെ നടക്കുന്ന സമയം RCCയുടെ തൊട്ട് താഴെ. അപ്പൊ അതിന്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഈ ആലപ്പുഴയിലെ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ മകളെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുറത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ, അവിടെ ഒരുപാട് വീടുകളുണ്ട് റെന്റിന് കൊടുക്കുന്ന ചെറിയ ചെറിയ റൂമുകൾ എല്ലാ സംഘടനയ്ക്കും ഉണ്ട്. RCCയുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനും കുറഞ്ഞ ചെലവിൽ ഇങ്ങനെ പോവാൻ. അതൊക്കെ വല്ലാത്ത ലോകമാണ്. അല്ലാഹു തആല അത്തരം സിറ്റുവേഷനുകളിൽ താമസിക്കുന്ന ഒരു രോഗത്തിന്റെ അവസ്ഥയെ തൊട്ട് അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ടും ഇപ്പോഴത്തെ തങ്ങന്മാരുടെ പോരിച്ചുകൊണ്ടും അള്ളാഹു നമ്മെ കാക്കട്ടെ. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എല്ലാ ദുനിയാവിന്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചവരാണ് അവിടെ നിൽക്കുന്നത്. നേരിയ പ്രതീക്ഷ മാത്രം ഡോക്ടർമാർ കൊടുക്കും. നാളെ മരിക്കാൻ പോകുന്ന രോഗിക്കാണെങ്കിലും ഡോക്ടർമാർ ഒരു ചെറിയ പ്രതീക്ഷ, ആ പ്രതീക്ഷ മാത്രം വെച്ചുകൊണ്ട് കഴിയുന്നവരാണ്. അപ്പൊ ഞാനവിടെ ഇങ്ങനെ ചെന്ന്, അവിടുത്തെ താഴെ ഒരു ജുമാഅത്ത് പള്ളിയുണ്ട്, ആ പള്ളിയുടെ ഫ്രണ്ടിലെ സ്ഥലം സമസ്ത കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഒരാൾ ഓടിയെന്ന് പറഞ്ഞു, ഉസ്താദ് ആലപ്പുഴയിലുള്ള ഒരു കുഞ്ഞു മോളെ ഉപ്പ മോളെ കൊണ്ട് നിൽപ്പുണ്ടെന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പള്ളിയുടെ മതിലിന്റെ ഭാഗത്തേക്ക് ചെന്നു. അപ്പൊ ഓടി ആ മോളെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ. അപ്പൊ മോളിങ്ങനെ തല തിരിച്ചിട്ട് അങ്ങോട്ടാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 4 വയസ്സ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാ. അപ്പൊ ആ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോക്ക് ക്യാൻസർ ആണ്, ദുആ ചെയ്യണം. ഇപ്പൊ കുറച്ച് നാളായി ഞങ്ങൾ RCCയിലാണുള്ളത്. അപ്പൊ അങ്ങനെ കുറെ വർത്താനം പറഞ്ഞു. അതിന് ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയും മോളെ എന്ന് പറഞ്ഞിട്ട് ആ മോളെ ഇങ്ങനെ തലതിരിക്കുമ്പോൾ മുടിയൊക്കെ പോയിട്ടുണ്ട്. ഒരു 4 വയസ്സുള്ള മോളെ സംബന്ധിച്ചിടത്തോളം കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് മുടിയുടെ സൗന്ദര്യം നോക്കുന്ന പ്രായമാണ്. മുടിയൊക്കെ വളർന്നു തുടങ്ങിയോ, എന്നെ കാണാനൊക്കെ നല്ല ചേലുണ്ടോ എന്ന് നോക്കുന്ന സമയമാണ്. അപ്പൊ ഈ മോളെങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ നെഞ്ചു പൊട്ടുന്നുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ സഹോദരൻ പറയണു, ഞാനൊരു പാവപ്പെട്ട ഒരു മീങ്കച്ചവടം അങ്ങനെ എന്തോ ചെറിയൊരു ജോലിയാണ് എനിക്കുള്ളത്. എനിക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ല. പക്ഷെ ഇബാദത്തൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന, അങ്ങനെ അള്ളാഹുവിനെ മറന്ന് ധിക്കരിച്ച് ജീവിച്ച ഒരു ആളൊന്നും അല്ല ഞാൻ. പക്ഷെ എന്തോ പെട്ടെന്ന് എനിക്കിങ്ങനെ എൻ്റെ മോക്കൊരു അസുഖം അള്ളാഹു തന്നു, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ ഞാൻ കണ്ടില്ലായിരുന്നു, ഇവിടെ വന്നപ്പോ ഇങ്ങനെ നമ്മുടെ ഈ ലൈവൊക്കെ ചെയ്യുന്ന ഷാഫി പറഞ്ഞതാണ്, ആ കുഞ്ഞ് മരണപ്പെട്ടു, ഹസന എന്നാണ് പേര്. അള്ളാഹു ആ പൊന്നുമോക്ക് നാളെ ഉമ്മായും ഉപ്പായും കൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള ദർജ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ മകളെ ചികിത്സിക്കാൻ, ആ മകളെ കണ്ണീരൊപ്പാൻ, ആ മകളുടെ വേദന മാറ്റാൻ പരിശ്രമിച്ച ആ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു വലിയ കൂലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ കൈവിടിയരുത്. എന്നോട് അള്ളാഹു ഇങ്ങനെ ചെയ്തല്ലോ, എന്നോട് അള്ളാഹു ഇങ്ങനെ കാണിച്ചല്ലോ, ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. അള്ളാഹു അങ്ങനെയൊക്കെ ചെയ്യും, നമ്മളെ പരീക്ഷിക്കും. ചിന്തകന്മാര് പറഞ്ഞതുപോലെ തീ തൊടാത്ത തങ്കത്തിന് തിളക്കം കുറവെന്നാ പറയാം. സ്വർണം അത് തീ കൊണ്ടെങ്കിലേ തിളങ്ങോളൂ. നമ്മളിങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാണ്, കൊയിലാണ്ടിയിൽ പ്രസംഗത്തിന് ഉസ്താദെ എനിക്ക് 10-70 വയസ്സായി, ഇതുവരെ അള്ളാഹു എനിക്കൊരു ബുദ്ധിമുട്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ
ആ മനുഷ്യനോട് അള്ളാഹുവിന് ഇഷ്ടം കുറവെന്നാണ് അതിന്റെ അർത്ഥം, ഇഷ്ടം കൂടുതലെന്നല്ല. എനിക്ക് ബുദ്ധിമുട്ട് തന്നു എന്ന് പറയുന്നവർ, എന്റെ കട എത്ര തുടങ്ങിയാലും പരാജയമാണ്, കുറെ നീന്തി ഇവിടം വരെ എത്തി, ആകെ പ്രയാസമാണ്, ആകെ കഷ്ടപ്പെടാൻ. ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരൻ പറഞ്ഞു, എന്റെ എല്ലാ പെങ്ങന്മാർക്കും വീടും കാര്യങ്ങളുമായി, ഒരാൾക്കായിട്ടില്ല. അത് ആ മനുഷ്യന്റെ നെഞ്ചിലൊരു നീറ്റലാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് ഒരെണ്ണം റെഡിയാവുമ്പോൾ അടുത്തത് ഇങ്ങനെ മാറും, ഒരെണ്ണം റെഡിയാവുമ്പോൾ അടുത്ത്, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ജീവിതം അങ്ങനെയാണ്. ഞാൻ കഅബാലയത്തിൽ നെഞ്ചു ചേർത്ത് ദുആ ചെയ്യുമ്പോൾ എന്റെ മുസ്താഖ് അഹമ്മദ് എന്ന മോൻ എന്റെ നാട്ടിൽ അള്ളാഹു റൂഹ് പിടിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെയാണ് ജീവിതം. എത്രയോ പരീക്ഷണങ്ങൾ. പാറന്നൂർ ഉസ്താദായത് ജനിച്ച ഉടനെ അങ്ങനെ തലേക്കെട്ടും കിട്ടി വലിയ മൊയിലാരായി സമസ്ത മുശാവറയിലേക്ക് വന്ന് കയറിയ ആളല്ല. പരീക്ഷണങ്ങളുടെ തീച്ചൂളയുടെ മുകളിലൂടെ നടന്ന് എരിഞ്ഞ് തകർന്ന് വീണ്ടും തിളങ്ങി. അങ്ങനെയാണ് ജമലുൽ തങ്ങൾ പറഞ്ഞ ഇബാദത്തിന്റെ ആ ഒരു വല്ലാത്ത അവസ്ഥ വരെ ബഹുമാനപ്പെട്ടവരെത്തിയത്.